വ്യൂവേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം മോഷണത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, പ്രവേശകത്തിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾ അത്രത്തോളം 6 മാർക്കിനും 8 മാർക്കിന് വരെ എന്താണ് ചോദിച്ച് കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു പാഠമാണ് ഏത്, മോഷണം എന്ന് പറയുന്ന പാഠം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ ഒരു മോഷണത്തിൽ പറയുന്നത്, അല്ലെ? കളവ് ചെയ്തതിനെ തുച്ഛീകരിക്കുക അല്ലെങ്കിൽ നിസാരവൽക്കരിക്കുന്ന ഒരു പാഠമാണ്. സമൂഹമാണ് ഏതൊരു മോഷ്ടാവിനെയും മോഷ്ടാവാക്കുന്നത്. അതായത് ഭക്ഷണം, അതുപോലെ തന്നെ എന്താണ് നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നത്. അത് സമൂഹത്തിൽ നിന്നും എന്താണ് നേടാൻ പറ്റുന്നില്ല. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തനിക്ക് എന്താണ് നേർവഴിക്ക് നേടാൻ പറ്റാത്തത്, ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ എന്താണ് ബാക്കി കഴിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് നേരായ വഴി കൂടെ നേടിയെടുക്കാൻ പറ്റാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെ, അവരെന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നു. അത് അവരെ സമൂഹമാണ് അത്തരത്തിൽ എന്താണ് സൃഷ്ടിക്കുന്നത്. കാരണം സമൂഹമാണ് അവർക്ക് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പക്ഷേ ആ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് തങ്ങൾ മോഷ്ടിക്കുന്നത്. അതിനെ ന്യായീകരിക്കുകയാണ്. ഇവിടെ എന്താണ് അഴിമതികളും അതുപോലെ തന്നെ എന്താണ് കള്ളക്കടത്തുകളും ഒക്കെ ചെയ്യുന്ന വലിയ വലിയ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന മോഷണത്തെ എന്താണ് ന്യായീകരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ചെയ്യുന്ന ഈ മോഷണം എന്ന് പറയുന്നത് എന്താണ്, ഭക്ഷണം കഴിക്കുക, അല്ലെ, ജീവിതം എന്താണ് ഒരു ദിവസമെങ്കിലും എന്താണ് പട്ടിണി കൂടാതെ മുന്നേറാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മോഷണത്തെ, അല്ലെ, നിസാരമായിട്ടുള്ള ഇത്തരം മോഷണത്തെയൊക്കെ തുച്ഛീകരിക്കുകയാണ് ഈ ഒരു കവിതയിലൂടെ. അപ്പം സമൂഹമാണ് ഇത്തരം മോഷ്ടാക്കളെ ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യമാണ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. നമുക്ക് നോക്കാം ചോദ്യം. അയ്യപ്പ പണിക്കരുടെ മോഷണം എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്ന ചിന്തകളും സാമൂഹിക പ്രസക്തിയും എന്തെല്ലാം? മെയിനായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. എന്തൊക്കെയാണ് ഈ ഒരു കവിതയുടെ പ്രസക്തി? കാരണം എന്ന് വെച്ചാൽ ഇത്തരം മോഷണം എന്ന് പറയുന്നത്, ഇവിടെ മോഷ്ടാവ് എന്താ പറയുന്നത്, ഞാൻ ഈ മോഷ്ടിച്ചത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ, വിശക്കുന്നവന്റെ വയറ്, അല്ലെ, ആ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ടാണ്, വസ്ത്രത്തിന് നാണം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം എനിക്ക് എന്താണ് സമൂഹം തരുന്നില്ല, അപ്പോൾ എനിക്കത് മോഷ്ടിക്കേണ്ടി വരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം ആ ഒരു കളവിനെ ന്യായീകരിക്കുന്നത്. അയ്യപ്പ പണിക്കരുടെ മോഷണം എന്ന കവിത ആക്ഷേപഹാസ്യ ശൈലിയിൽ രചിക്കപ്പെട്ടതാണ്. സാമൂഹിക ജീർണതകളെ പരിഹാസ പുച്ഛങ്ങളോടെ നർമ്മത്തിൽ പൊതിഞ്ഞ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു. മനുഷ്യന്റെ കാപട്യങ്ങളെ ഹാസ്യത്തിന്റെ വകഭേദങ്ങളിലൂടെ പൊളിച്ചെഴുതുന്നു അയ്യപ്പ പണിക്കരുടെ മോഷണം എന്ന രചന. സദാചാരത്തിന്റെ കറുപ്പും വെളുപ്പും തിരിച്ച് സ്വസ്ഥമായി നിലനിൽക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തെ പ്രായോഗിക ജീവിതത്തിൽ അതങ്ങനെയല്ലെന്ന് ആക്ഷേപഹാസ്യത്തിലൂടെ മോഷണം എന്ന കവിത അയ്യപ്പ പണിക്കർ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വികസനത്തിന്റെ പാതയിലാണ്, അതുപോലെ തന്നെ എന്താണ് വികസ്വര രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും ഈ സമൂഹത്തിൽ മോഷണം നടക്കുന്നുണ്ടെങ്കിൽ, വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും പേരിൽ ഒരാൾ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു രാജ്യം വികസിത രാജ്യമല്ല. അവിടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പട്ടിണിക്കാരുള്ളിടത്തോളം സമൂഹം അവരെ എന്താണ് മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, അല്ലെ, എന്ന് ഇങ്ങനെ ആക്ഷേപഹാസ്യത്തിലൂടെയാണ് അയ്യപ്പ പണിക്കർ ഈ ഒരു കവിതയിലൂടെ വിമർശിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ തന്നെയാണ് വിമർശിക്കുന്നത്, അല്ലെ. അതുപോലെ തന്നെ എന്താണ് തന്നെക്കാൾ വലിയ കള്ളന്മാരുടെയും കളവിന്റെയും സാന്നിധ്യം വെറും ഒരു മോഷ്ടാവായ കവിതയിൽ ആഖ്യാതാവിനറിയാം. വലിയ കള്ളന്മാരുടെയും കളവിന്റെയും സാന്നിധ്യം പലതരത്തിലും പല തലത്തിലും നിലനിൽക്കുമ്പോൾ തന്നെ കള്ളൻ എന്ന് വിളിച്ചാൽ അവരെ എന്ത് വിളിക്കും എന്ന ചോദ്യം കവിതയിൽ ഉയരുന്നു. അല്ലെ, ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നാണം പാറ്റാനുള്ള വസ്ത്രവുമാണ് മോഷ്ടിക്കുന്നത്. അപ്പോൾ വലിയ വലിയ എന്താ പറയുന്നത് ജനങ്ങളുടെ പാവപ്പെട്ടവന്റെ മടി കുത്തിനി പിടിച്ചിട്ട് കൈയിട്ട് വാരുന്നവരെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് ഈ ഒരു കവിതയിൽ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് തൻ്റെ കളവുകളെ വെറുമൊരു മോഷണം, വെറുമൊരു കളവ് എന്ന് പറയുന്നത്. വെറുമൊരു എന്ന വിശേഷണത്തോടെ കള്ളൻ നിസാരീകരിക്കുന്നത്. 10 രൂപ പോക്കറ്റടിച്ചവനെയും പട്ടിണി അകറ്റാൻ ആഹാര സാധനങ്ങൾ മോഷ്ടിച്ചവനെയും ആൾക്കൂട്ടം സദാചാര വിചാരണ നടത്തി തല്ലിക്കൊല്ലുകയും കോടികൾ കൈയിട്ട് വാരുന്നവർ മിടുക്കനും കാര്യപ്രാപ്തനുമാകുന്ന സമകാലിക യാഥാർത്ഥ്യത്തിന്റെ നേരെയുള്ള, അല്ലെ, ഒരു അല്ലെങ്കിൽ എന്താണ് ചൂണ്ടുവിരലാണ് ഈ ഒരു കവിത എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിൽ എന്താണ് ഈ അഴിമതി, അതുപോലെ തന്നെ എന്താണ് കള്ളക്കടത്ത്, ഇവരൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ ഇവരെയൊക്കെയാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിന്റെ ഈ ജീർണതകളെയൊക്കെയാണ് കവി ചോദ്യം ചെയ്യുന്നത്. തുണി മോഷ്ടിച്ചത് മറ്റുള്ളവരുടെ നാണം കാക്കാൻ ആയിരുന്നു എന്നതാണ് കള്ളന്റെ ന്യായം. അത് തനിക്ക് വേണ്ടിയല്ല. കോഴിയെ മോഷ്ടിച്ചത് കോഴിയിറച്ചി തിന്നാനും പശുവിനെ മോഷ്ടിച്ചത് പാൽ കുടിക്കാനുമായിരുന്നു. തീറ്റയും കുടയും അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇത് രണ്ടും വൈദ്യന് പോലും വിലക്കാത്തതുമാണ്. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആരോഗ്യത്തിന് ഹാനികരവുമല്ല. പതിയെ പതിയെ മോഷണത്തെ ആഖ്യാതാവായ കള്ളൻ തൻ്റെ അവകാശമായിട്ട് മാറ്റുന്നു. ഈ ഒരു കവിതയിലൂടെ എന്താണ് കള്ളം പറയാണ്, ഇതൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുന്നത്, അല്ലെ, എനിക്ക് അവശ്യ ഘടകങ്ങളാണ്, ഇതെനിക്ക് ജീവിതത്തിൽ കൂടിയേ പറ്റൂ. അപ്പോൾ എനിക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണം. അപ്പോൾ അതിന് ഞാൻ മോഷ്ടിക്കുന്നത് എങ്ങനെ തെറ്റാകും?
എന്നതാണ് കള്ളന്റെ ന്യായം. കാരണം സമൂഹം എനിക്ക് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് ഒന്നും തരുന്നില്ല, അപ്പൊ ഞാനത് മോഷ്ടിക്കുന്നു. ഇങ്ങനെ കള്ളൻ എന്താണ് ന്യായീകരിക്കുകയാണ്. മോഷണം എന്ന തിന്മയെ തിരിച്ചറിയുമ്പോൾ തന്നെ അതിനെ സൃഷ്ടിക്കുന്ന സാമൂഹിക സാഹചര്യത്തെയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കവി മനസ്സിലാക്കുന്നു. ഒരാളെ മോഷ്ടാവ് എന്ന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. സമൂഹമാണോ അവരെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യണം. ആഹാരം പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ വരുന്ന ചില സന്ദർഭങ്ങളിൽ ചിലർ മോഷ്ടാക്കളായി മാറിപ്പോകുന്നു എന്ന സാമൂഹിക യാഥാർത്ഥ്യം കവിതയിലുണ്ട്. നിസാര കുറ്റങ്ങൾ പെരുപ്പിക്കാണിക്കുകയും വലിയ കുറ്റങ്ങൾ കാണാതെ പോവുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെയും തെറ്റിനെയും ന്യായീകരിക്കുന്ന മനുഷ്യന്റെ സ്വഭാവത്തെയും കവിതയിൽ എടുത്തു കാണിക്കുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ സമൂഹമാണ് ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് ആളുകളെ മോഷ്ടാക്കളാക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം സമൂഹം ഒരുക്കി കൊടുക്കാത്തത് കൊണ്ടാണ് അവരെന്താകുന്നത്? മോഷ്ടിക്കുന്നത്. അതുപോലെയുള്ള നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ ആളുകൾ നടത്തുന്ന കൊള്ളരുതായ്മകളെയും എന്താണ് ഈ കവിതയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങൾ ചെയ്യുന്ന ഏതൊരു തെറ്റിനെയും ന്യായീകരിക്കാനുള്ള മനുഷ്യന്റെ കഴിവിനെയും എന്താണ് ഈ ഒരു കവിതയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിക്കായിരിക്കണം ഈ ഒരു കവിതയിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.